മധു, ഈ പോപ്പിനെ കുറിച്ച് പറയുമ്പോൾ താനൊരു യാഥാസ്ഥിതികനാണ് എന്ന് പോപ്പ് എപ്പോഴും പറയുമായിരുന്നു. എന്നാൽ യാഥാസ്ഥിതികനായിരിക്കുമ്പോൾ തന്നെ സമൂഹത്തിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ വരുത്തുന്നതിന്, പ്രത്യേകിച്ച് സഭയ്ക്കകത്തുള്ള ചില പ്രശ്നങ്ങൾ, അത് സഭയ്ക്കകത്ത് ബാലപീഡനം ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ, അതിനാരെങ്കിലും ഉത്തരവാദികളായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകണം, സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണം. അതുപോലെയുള്ള പുരോഗമനപരമായ പല ചിന്തകളും, പുരോഗമനപരം എന്നതിനേക്കാളേറെ മനുഷ്യത്വപരമായ പല ചിന്തകളും പല നയങ്ങളും അദ്ദേഹം നടപ്പാക്കിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തത പുലർത്തിയിരുന്ന പാപ്പയെ വ്യത്യസ്തതകളുടെ മാർപ്പാപ്പ എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്, വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ അത് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഉടനീളം നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യശുശ്രൂഷ കർമ്മങ്ങൾക്ക് തുടക്കമിടുമ്പോഴും അതുപോലുള്ള വ്യത്യസ്തതകൾ തന്നെ, മാറ്റങ്ങൾ തന്നെ നമ്മൾ കേൾക്കുന്നു. അവിടെ നിന്ന് മധു കൊട്ടാരക്കരയുടെ ഒരു അനുഭവം എന്താണ്? ഈ വത്തിക്കാനിൽ നമ്മുടെ പലരും കഴിഞ്ഞ ദിവസം സംസാരിച്ചവർ അവിടെ പോയിരുന്നു, പോപ്പിനെ കണ്ടിരുന്നു, ആ സ്നേഹസ്പർശം അനുഭവിച്ചിരുന്നു. മധു കൊട്ടാരക്കരയ്ക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടോ? മറ്റ് കാര്യങ്ങൾ പറയൂ, ഓർമ്മകൾ. സ്മിത, എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഒരു പ്രാവശ്യമെങ്കിലും സന്ദർശിക്കണമെന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ അത് സാധിച്ചില്ല. പക്ഷേ സ്മിത പറഞ്ഞതുപോലെ ലളിത ജീവിതത്തിലൂടെ പരമ്പരാഗത രീതികളെ തച്ചുടച്ച ഒരു മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും മനസ്സിൽ കുടിയേറിയത്. തന്നെയുമല്ല, ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ശരിക്കും കത്തോലിക്ക സഭയ്ക്ക് നല്ല വേരോട്ടമുള്ള, അമേരിക്കയിൽ പോലും ഈ കത്തോലിക്ക സഭയിൽ രണ്ട് വിഭാഗമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അഭിപ്രായത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചവരുമുണ്ട്, അതുപോലെ യോജിപ്പ് പ്രകടിപ്പിച്ചവരുമുണ്ട്. ഡൊണാൾഡ് ട്രംപ് തന്നെ നിരവധി വിഷയങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ട്രംപിന്റെ കുടിയേറ്റ നയം ഇതിനോടൊക്കെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ഈ അടുത്ത കാലത്ത് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നിരുന്നാൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡൊണാൾഡ് ട്രംപും ഫ്രാൻസിസ് മാർപ്പാപ്പയും പരസ്പരം ബഹുമാനം കൊടുക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും 2017 ആദ്യമായി പ്രസിഡന്റ് ആയതിനു ശേഷം മാർപ്പാപ്പയെ കാണുവാനാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്ക വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത്. സ്മിത പറഞ്ഞ ഈ ലളിതമായ ജീവിതവും ഇത്തരം ഈ പുരോഗമന ചിന്താഗതിയും, ഫ്രാൻസിസ് മാർപ്പാപ്പ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് യുദ്ധങ്ങളുടെയും കാലാവസ്ഥാ വ്യതിയാനവും അതുപോലെ പട്ടിണിയും ഒക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ്. ഇനി അമേരിക്കയിൽ നിന്ന് രണ്ട് കർദിനാൾമാരുടെ പേരുകൾ വളരെ ശക്തമായ രീതിയിൽ അടുത്ത മാർപ്പാപ്പയാകുവാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് ഈ ആഗോള സഭയുടെ അടുത്ത നേതാവാകാൻ അമേരിക്കയിൽ നിന്നുള്ള ഈ രണ്ട് പ്രമുഖ കർദിനാൾമാരുടെ പേരുകൾ അമേരിക്കയിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വ്യത്യസ്ത ദൈവശാസ്ത്ര നിലപാടിലുള്ള അമേരിക്കയിലെ ഈ രണ്ട് കർദിനാൾമാർ ഈ കോൺക്ലേവിൽ അടുത്ത് തന്നെ ചർച്ച ചെയ്യപ്പെടാനുള്ള നേതാക്കളിൽ ഉൾപ്പെടുകയാണ്. ഒരാൾ 72കാരനായ കർദിനാൾ ജോസഫ് ടോബിൻ, ന്യൂജേഴ്സിയിലെ ന്യൂയോർക്ക് ആർച്ച് ബിഷപ്പ് ആയിരുന്നു. 2016 കർദിനാളായിട്ട് അദ്ദേഹത്തെ ഉയർത്തിയത് ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ പല വിഷയങ്ങളിലും വിവാദപരമായ നിലപാടുകൾ എടുക്കുമ്പോൾ അദ്ദേഹത്തെ ശക്തമായി പ്രതിരോധിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. അതുപോലെ കുടിയേറ്റക്കാരുടെ ശക്തമായ ഒരു വക്താവ് കൂടിയാണ് ഈ പുതിയ ഈ കർദിനാൾ. അതേസമയം 76കാരനായ കർദിനാൾ റെയ്മണ്ട് ബൾക്ക് ഈ ശക്തമായ മത്സര രംഗത്തുണ്ട്. ബെനഡിക്ട് 16 മാർപ്പാപ്പ 2010 അദ്ദേഹത്തെ കർദിനാളായി നിയമിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കീഴിൽ ബൾക്കിന് സ്ഥാനമാനങ്ങളൊക്കെ അധികാരവും ഒക്കെ നഷ്ടപ്പെട്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പരമ്പരാഗത കത്തോലിക്ക സിദ്ധാന്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്ന അദ്ദേഹം പല വിഷയങ്ങളിലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അഭിപ്രായങ്ങളോട് വളരെ ശക്തമായ വിയോജിപ്പ് കാലാകാലങ്ങളിൽ പ്രകടിപ്പിച്ചിരുന്നു. സ്മിത, പ്രജിൻ.